നമസ്കാരം. ന്യൂസ് സ്റ്റാർ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ഫിറോസ്. പ്രധാന വാർത്തകൾ. ഓപ്പറേഷൻ തൂഫാനുമായി ബന്ധപ്പെട്ട് യാതൊരു കോംപ്രമൈസും ഉണ്ടാകില്ല എന്ന് ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തല ആലപ്പുഴയിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ലൈബ്രറിയന്മാരെ പാർട്ട് ടൈം ജീവനക്കാരായി അംഗീകരിക്കണമെന്ന് കേരള സ്റ്റേറ്റ് ലൈബ്രറിയൻസ് യൂണിയൻ ജില്ലാ സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. മുൻ MLA H. സലാം സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. മദ്യനയവുമായി ബന്ധപ്പെട്ട ആശങ്ക ദൂരീകരിക്കേണ്ട ഉത്തരവാദിത്തം സർക്കാരിനുണ്ടെന്നും സർക്കാർ അത് കൃത്യമായി ചെയ്യുമെന്നും AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MP ആലപ്പുഴയിൽ മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയുകയായിരുന്നു അദ്ദേഹം. ഭാരതത്തിന്റെ ഭരണമികവ് കേരളത്തിൽ അന്യവൽക്കരിക്കുന്നുവെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. BJP ആലപ്പുഴ നോർത്ത് ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച നവഭാരത സദസ്സിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജലോത്സവങ്ങളുടെ പൂരമായ നെഹ്റു ട്രോഫി വള്ളംകളി ഓഗസ്റ്റ് 22-ന് നടത്താൻ തിങ്കളാഴ്ച ചേർന്ന നെഹ്റു ട്രോഫി എക്സിക്യൂട്ടീവ് യോഗത്തിൽ തീരുമാനമായി. 6 കോടി രൂപയാണ് വള്ളങ്ങളുടെ ഈ വർഷത്തെ ബഡ്ജറ്റ്. വാർത്തകൾ വിശദമായി. ഓപ്പറേഷൻ തൂഫാനുമായി ബന്ധപ്പെട്ട് യാതൊരു കോംപ്രമൈസും ഉണ്ടാകില്ല എന്ന് ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തല അഭിപ്രായപ്പെട്ടു. ആലപ്പുഴയിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഓപ്പറേഷൻ തൂഫാനുമായി ബന്ധപ്പെട്ട് യാതൊരു കോംപ്രമൈസും ഉണ്ടാക്കിയില്ല എന്ന് ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. ആലപ്പുഴയിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആരോഗ്യ, എക്സൈസ്, അതോടൊപ്പം തന്നെ വിദ്യാഭ്യാസ ഈ ഡിപ്പാർട്ട്മെന്റുകളെ കൂടി സംയോജിപ്പിച്ചുകൊണ്ടാണ് ഓപ്പറേഷൻ തുഫാൻ നടപ്പാക്കുന്നത്. അത് ഒരു തരത്തിലും നമുക്ക് കോംപ്രമൈസ് ചെയ്യാൻ കഴിയാത്തൊരു കാര്യമാണ്. എല്ലായിടത്തും പോലീസ് അതിസമർത്ഥമായി ഈ മയക്കുമരുന്നിൻ്റെ വ്യാപനത്തെ തടയാനുള്ള നടപടികൾ കൈക്കൊള്ളുകയാണ്. ഞാൻ പ്രത്യേക നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ഒരു പോലീസ് ഉദ്യോഗസ്ഥരും ഒരാളുടെയും ശുപാർശകൾ ഈ കാര്യത്തിൽ കേൾക്കാൻ പാടില്ല. ഒരു പോലീസ് ഉദ്യോഗസ്ഥനും അവരുടെ ഡ്യൂട്ടിയിൽ ഒരു ദിവസം വെള്ളം ചേർക്കാൻ പാടില്ല. അങ്ങനെ ഏതെങ്കിലും പോലീസ് ഉദ്യോഗസ്ഥൻ പ്രവർത്തിച്ചാൽ അവരുടെ പേരിൽ നടപടി ഉണ്ടാകും. രാഷ്ട്രീയ നേതാക്കന്മാരുടെയോ അല്ലാത്തവരുടെയോ ശുപാർശകൾ കേൾക്കാൻ പാടില്ല. ഇത് കേരളീയ സമൂഹത്തിന് ഏറ്റവും ആവശ്യമുള്ളൊരു കാര്യം. ഇന്നലെ ഞാൻ കോഴിക്കോട് വെച്ച് പറഞ്ഞത് ആംബുലൻസ് ഓപ്പറേഷൻ തൂഫാനിൽ പിടിക്കപ്പെടുന്നവർക്കായി പോലീസിനോട് ആരും ശുപാർശ ചെയ്താലും അതൊന്നും അവർ കേൾക്കില്ല. ആംബുലൻസ് സർവീസിന്റെയും ഓൺലൈൻ ഫുഡ് ഡെലിവറിയുടെയും മറവിൽ മയക്കുമരുന്ന് വിൽപ്പന നടത്തുന്നതായി തന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഇതിനിയും തുടർന്നാൽ അത്തരക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കും. മാത്രമല്ല, ഓൺലൈൻ വിതരണക്കാർക്ക് മുന്നറിയിപ്പ് നൽകിയതായും ഇത്തരം മേഖലകൾ പോലീസ് പ്രത്യേകം ശ്രദ്ധിച്ച് കർശന നിയമ നടപടി സ്വീകരിക്കണമെന്നും രമേശ് ചെന്നിത്തല കൂട്ടിച്ചേർത്തു. ലൈബ്രറിയന്മാരെ പാർട്ട് ടൈം ജീവനക്കാരായി അംഗീകരിക്കണമെന്ന് കേരള സ്റ്റേറ്റ് ലൈബ്രറിയൻസ് യൂണിയൻ ജില്ലാ സമ്മേളനം പ്രമേയത്തിലൂടെ സർക്കാരിനോട് ആവശ്യപ്പെട്ടു. മുൻ MLA H. സലാം സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ ഗ്രാമീണ സർവകലാശാലകൾ എന്നറിയപ്പെടുന്ന വായനശാല, ഗ്രന്ഥശാല, ലൈബ്രറിയന്മാരെ പാർട്ട് ടൈം ജീവനക്കാരായി അംഗീകരിക്കണമെന്നും ലൈബ്രറിയൻ അലവൻസ് 10,000 രൂപയായി വർദ്ധിപ്പിക്കണമെന്നും കേരള സ്റ്റേറ്റ് ലൈബ്രറിയൻസ് യൂണിയൻ ജില്ലാ സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. മുൻ MLA H. സലാം സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. അതുപോലെ തന്നെ കുറെ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ആവശ്യം, അപ്പം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ മുഖ്യമന്ത്രി തന്നെ സഭാ സമ്മേളനത്തിന് മുമ്പായി MLA-മാരെയോ മുഖ്യമന്ത്രി കൂടി പങ്കെടുത്തുകൊണ്ട് മന്ത്രിമാർ പങ്കെടുത്ത് ചേരാറുണ്ട്. അപ്പോൾ ആ സമയത്തെല്ലാം ഒരു നിയമസഭയ്ക്കുള്ളിൽ അവതരിപ്പിക്കുന്നതിന് മുമ്പായി തന്നെ അങ്ങനെയുള്ള ചില ഇടങ്ങളൊക്കെ അവതരിപ്പിക്കാൻ കഴിയുമായിരുന്നു. അങ്ങനെ പൊതുവായി ഉയർന്നു വന്ന ആവേശം MLA-മാർ തന്നെ പൊതുവെ ഉയർത്തപ്പെട്ട ഒരു ആവേശത്തിൽ നിന്നാണ് നിങ്ങൾ ഓൾറെഡി വേണ്ടപ്പെട്ട കാര്യം. അതിൽ കഴിഞ്ഞ ബഡ്ജറ്റിൽ 1000 രൂപ ആ നിലയിൽ വർദ്ധിപ്പിച്ചുകൊണ്ട് 5000-ന് മേലെ നിലയിലേക്കുള്ള ഒരു നിലയിൽ അതിനൊരു മാറ്റം അത് സൃഷ്ടിക്കാൻ കഴിയുമ്പോഴത്തേക്ക് പ്രാവർത്തികമായിട്ടുണ്ടാവില്ല. അതിൻ്റെ ആ ബഡ്ജറ്റ് അംഗീകരിക്കപ്പെട്ടെങ്കിൽ ഇപ്പോൾ ഗവൺമെൻറ് മാറി ഇപ്പോൾ ബഡ്ജറ്റ് പുതുക്കിയിട്ടുണ്ട്. അപ്പോൾ ഇന്നലെ അവതരിപ്പിച്ച ബഡ്ജറ്റിൽ സ്വാഭാവികമായിട്ടും ആ പഴയ ബഡ്ജറ്റ് സാധാരണ പുതുക്കലാണ് ചെയ്യുക. ഏതെങ്കിലും ഒരു ചെറിയ വ്യത്യാസം വല്ലതും വരുത്തുക എന്നുള്ളതാണ് പൊതുവെ വരിക. ഒരു ഗവൺമെൻറ് മാറുമ്പോൾ നയത്തിൽ വ്യത്യാസമുണ്ടെങ്കിൽ നയപരമായി അതിൽ വ്യത്യാസമുള്ള കാര്യങ്ങൾ കൂട്ടിച്ചേർത്തിട്ട് അതൊന്ന് ക്രമീകരിക്കുക മാത്രമാണ് മിക്കവാറും ഒരു ഗവൺമെൻറ് തുടക്കത്തിൽ വരുമ്പോൾ. അമ്പലപ്പുഴ PK മെമ്മോറിയൽ ഗ്രന്ഥശാല ഹാളിൽ നടത്തിയ സമ്മേളനത്തിൽ യൂണിയൻ ജില്ലാ പ്രസിഡന്റ് J. ജയലാൽ,
അധ്യക്ഷത വഹിച്ചു. യൂണിയൻ സംസ്ഥാന പ്രസിഡന്റ് ഇ അനീഷ് കുമാർ, ജില്ലാ ലൈബ്രറി കൌൺസിൽ സെക്രട്ടറി കെ രഘുപ്രസാദ്, യൂണിയൻ ജില്ലാ സെക്രട്ടറി കെ വി ഉത്തമൻ, അമ്പലപ്പുഴ താലൂക്ക് ലൈബ്രറി കൌൺസിൽ സെക്രട്ടറി സി കെ രതികുമാർ, ദീപ്തി സന്തോഷ്, സി എസ് വത്സലകുമാരി, സീമ ശാന്തപ്പൻ, പി കെ മെമ്മോറിയൽ ഗ്രന്ഥശാല പ്രസിഡന്റ് കെ പി കൃഷ്ണദാസ്, യൂണിയൻ സംസ്ഥാന കമ്മിറ്റി അംഗം ആർ സ്മിത, രേവമ്മ, ഗംഗാധരൻ, പ്രമോദ് എന്നിവർ സംസാരിച്ചു. ലൈബ്രറിയന്മാരായ ജനപ്രതിനിധികൾ അമ്പിളിക്കല, ഷാലു രമേശ്, ദീപ്തി സന്തോഷ്, അമ്പലപ്പുഴ തെക്ക് പഞ്ചായത്ത് CDS ചെയർപേഴ്സൺ ആർ സ്മിത, 50 വർഷം പിന്നിട്ട ലൈബ്രറിയൻ കെ കെ ഗംഗാധരൻ എന്നിവരെ ലൈബ്രറി കൌൺസിൽ ജില്ലാ സെക്രട്ടറി കെ രഘുപ്രസാദ് അനുമോദിച്ചു. മദ്യനയവുമായി ബന്ധപ്പെട്ട ആശങ്ക ദൂരീകരിക്കേണ്ട ഉത്തരവാദിത്തം സർക്കാരിനുണ്ടെന്നും സർക്കാർ അത് കൃത്യമായി ചെയ്യുമെന്നും AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MP പറഞ്ഞു. ആലപ്പുഴയിൽ മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയുകയായിരുന്നു KC വേണുഗോപാൽ. മദ്യനയവുമായി ബന്ധപ്പെട്ട ആശങ്ക ദൂരീകരിക്കേണ്ട ഉത്തരവാദിത്തം സർക്കാരിനുണ്ടെന്നും സർക്കാർ അത് കൃത്യമായി ചെയ്യുമെന്നും AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MP അഭിപ്രായപ്പെട്ടു. ആലപ്പുഴയിൽ മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയുകയായിരുന്നു അദ്ദേഹം. ഒരു മാസമല്ലേ ആയുള്ളൂ അദ്ദേഹം മന്ത്രിയായിട്ട്. KPCCക്കൊക്കെ തീരുമാനങ്ങൾ എടുക്കേണ്ട സമയത്ത് യുക്തമായ തീരുമാനങ്ങൾ വരും. അതിനൊന്നും ഒരു പ്രയാസം ഉണ്ടാവില്ല. അതൊക്കെ അതിൻ്റേതായിട്ടുള്ള ഒരു പ്രോസസ്സിങ് സമയം ഉണ്ടാവുമല്ലോ. അങ്ങനെ ഒരു ആശയക്കുഴപ്പമൊന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും ഇത്തരം കാര്യങ്ങൾ വേണ്ട രീതിയിൽ ചർച്ച ചെയ്യേണ്ട സമയത്ത് ചർച്ച ചെയ്യും. പാർട്ടിക്കകത്ത് നമ്മുടെ സംസ്ഥാനത്തെ ഗവൺമെൻറ് നടത്തുന്ന ഒരുപാട് കാര്യങ്ങൾ, ഒരു പുതിയ ഗവൺമെൻറ് വന്നതേ ഉള്ളൂ. അപ്പോൾ ഗവൺമെൻറ് എടുക്കുന്ന നടപടികളിൽ ആർക്കെങ്കിലും പ്രയാസമൊക്കെ ഉണ്ടെങ്കിൽ അത് പാർട്ടി തലത്തിൽ ചർച്ച ചെയ്യും. അല്ല, ഞാൻ അത്തരം വിമർശനങ്ങളിലൊന്നും പങ്കുചേരാൻ ഉദ്ദേശിക്കുന്നില്ല. കാര്യം ഇത്രയേ ഉള്ളൂ, ഒരു ഗവൺമെൻറ് വന്നതേ ഉള്ളൂ, ഒരു മാസമേ ആയിട്ടുള്ളൂ. ആ ഗവൺമെൻറ് പ്രവർത്തനങ്ങൾ നന്നായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. ചില ആശങ്കകൾ ഉണ്ടാകും ചില ഭാഗത്ത്. എന്തായാലും ഇത്തരം കാര്യങ്ങൾ നടക്കുമുണ്ടാവും. പുതിയ ഗവൺമെൻറ് അല്ലേ. അപ്പോൾ അത്തരം കാര്യങ്ങളിൽ ഇപ്പം മദ്യനയത്തിൻ്റെ കാര്യത്തിലായാലും ധാതുമണലിൻ്റെ കാര്യത്തിലായാലും ചില ആശങ്കകൾ വരുന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും അത്തരം ആശങ്കകൾ ദൂരീകരിക്കേണ്ട ഉത്തരവാദിത്വം. നയപരമായ കാര്യങ്ങളെല്ലാം തന്നെ പാർട്ടിയിൽ ചർച്ച ചെയ്യും. ആർക്കെങ്കിലും പരാതി ഉണ്ടെങ്കിൽ അതും പാർട്ടിക്കകത്ത് ചർച്ച ചെയ്ത് പരിഹരിക്കും. സർക്കാർ അധികാരത്തിലെത്തിയിട്ട് കേവലം 1 മാസം മാത്രമേ ആയിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ പുതിയ സർക്കാരാകുമ്പോൾ പല കാര്യങ്ങളിലും ആശങ്കയുണ്ടാകും. അതെല്ലാം പാർട്ടിയിൽ ചർച്ച ചെയ്ത് ഉചിതമായ തീരുമാനം കൈക്കൊള്ളും. KPCC അധ്യക്ഷന്റെ കാര്യത്തിൽ തീരുമാനം കൃത്യസമയത്ത് വരും. നടപടിക്രമങ്ങൾക്ക് അല്പം സമയമെടുക്കും. ഇക്കാര്യത്തിലൊക്കെ കോൺഗ്രസിനും UDFനും നിലപാടുകളുണ്ട്. ദേശീയ തലത്തിലെ നിലപാടനുസരിച്ച് കേരളത്തിലും കാര്യങ്ങൾ നടക്കുമെന്നും KC വേണുഗോപാൽ കൂട്ടിച്ചേർത്തു. ഭാരതത്തിന്റെ ഭരണ മികവ് കേരളത്തിൽ അന്യവൽക്കരിക്കുന്നുവെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി അഭിപ്രായപ്പെട്ടു. BJP ആലപ്പുഴ നോർത്ത് ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച നവഭാരത സദസ്സിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നരേന്ദ്രമോദി സർക്കാരിന്റെ കഴിഞ്ഞ 12 വർഷക്കാലത്തെ ഭരണകാലഘട്ടത്തിൽ നേടിയെടുത്ത ഭരണ മികവ് കേരളത്തിൽ അന്യവൽക്കരിക്കുകയാണെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി അഭിപ്രായപ്പെട്ടു. കേന്ദ്ര പദ്ധതികൾ കേരളത്തിലെ ജനങ്ങൾക്ക് നിഷേധിക്കുന്ന സമീപനമാണ് കേരളത്തിലെ ഇടത് വലത് മുന്നണി സർക്കാരുകൾ സ്വീകരിച്ചത്. കേരളത്തിൽ എയിംസ് വരുന്നതിന് പിണറായി സർക്കാർ അനുകൂലമായ നിലപാടല്ല സ്വീകരിച്ചതെന്നും സുരേഷ് ഗോപി പറഞ്ഞു. കേരളത്തിൽ എയിംസ് കൃത്യസമയത്ത് കൃത്യമായ സ്ഥലത്ത് ഉറപ്പായും ലഭ്യമാകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നരേന്ദ്രമോദി സർക്കാരിന്റെ 12ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി BJP ആലപ്പുഴ നോർത്ത് ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച നവഭാരത സദസ്സ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നമ്മൾ ഈ കൊട്ടിഘോഷിക്കുന്ന എത്രയോ പദ്ധതികൾ പാവം കേരള ജനതയ്ക്ക് മാത്രം അനുഭവയോഗ്യമായില്ല. കഴിഞ്ഞ 10 വർഷത്തെയെങ്കിലും കേരളത്തിലെ ഭരണത്തിൻ്റെ മികവുകൊണ്ട് ആയുഷ്മാൻ ഭാരത് 70 വയസ്സ് കഴിഞ്ഞ വയോധികർക്ക് വേണ്ടി, അവരുടെ കുടുംബ സുരക്ഷയ്ക്ക് വേണ്ടിയാണ്. ഇന്ന് ആശുപത്രി ചെലവെന്ന് പറയുന്നത് ഒരുപക്ഷെ വളരെ ഭീമാകാരനായ ഒരു ഭൂതത്തെ പോലെയാണ് നമ്മുടെ ജീവിതത്തിന് മുന്നിൽ നിൽക്കുന്നത്. ഒരു അടിത്തട്ട് വർഗം മാത്രമല്ല, ഒരു മധ്യവർഗത്തിന് പോലും അങ്ങനെ ഒരു അവസ്ഥ ഈ കുടുംബത്തിൽ വന്നാൽ എന്ത് എന്ന് പറയുന്ന അന്ധാളിപ്പ് ഇതുണ്ട്. ഇത് സത്യമാണ്. ഒരു എയിംസിന് വേണ്ടി കഴിഞ്ഞ 10 വർഷവും ആ സർക്കാരിന് ഒരു സ്ഥലം നിർദ്ദേശിച്ച് 5 സ്ഥലങ്ങൾ നിർദ്ദേശിച്ച് നൽകാൻ സാധിച്ചില്ല. കോഴിക്കോട് മാത്രമേ എഴുതി കൊടുക്കൂ. കിട്ടിയില്ല, കിട്ടില്ല എന്നും പറഞ്ഞു.
ഞാൻ ബഹുമാനീയനായ മുൻ മുഖ്യമന്ത്രിയോട് പറഞ്ഞു, നിങ്ങൾ ആ 4 സ്ഥലവും കൂടെ എഴുതി കൊടുക്കൂ. ഇതിന് ഒരുപാട് ഗൈഡ് ലൈൻസ് ഉണ്ട്, അതനുസരിച്ച് എഴുതി കൊടുക്കൂ. ഇല്ല അത് കോഴിക്കോടേ ഉള്ളൂ. കഴിഞ്ഞ ഫെബ്രുവരി മാസം ഫ്ലൈറ്റിൽ വെച്ച് കണ്ടപ്പോൾ വളരെ വേദനയോടെ അദ്ദേഹത്തിൻ്റെ മുഖത്ത് നോക്കി പറയേണ്ടി വന്നു, എന്നാൽ പിന്നെ 5 സ്ഥലം എഴുതി കൊടുക്കുന്ന ഒരു പുതിയ സർക്കാർ വരട്ടെ, അന്ന് നമുക്ക് എയിംസിനെ കുറിച്ച് ആലോചിക്കാമെന്ന് പറയേണ്ടി വന്നു. ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് പി കെ ബിനോയ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ പി കെ വാസുദേവൻ, ടി സജീവ് ലാൽ, ജില്ലാ വൈസ് പ്രസിഡന്റ് ടി കെ അരവിന്ദാക്ഷൻ, സെക്രട്ടറി ഡി സുഭാഷ് എന്നിവർ സംസാരിച്ചു. ജലോത്സവങ്ങളുടെ പൂരമായ നെഹ്റു ട്രോഫി വള്ളംകളി ഓഗസ്റ്റ് 22 നടത്താൻ തിങ്കളാഴ്ച ചേർന്ന നെഹ്റു ട്രോഫി എക്സിക്യൂട്ടീവ് യോഗത്തിൽ തീരുമാനമായി. 6 കോടി രൂപയാണ് വള്ളംകളിയുടെ ഈ വർഷത്തെ ബഡ്ജറ്റ്. 72ാമത് നെഹ്റു ട്രോഫി ജലമേള മുൻ നിശ്ചയിച്ചത് പ്രകാരം ഓഗസ്റ്റ് 22 നടത്താൻ തീരുമാനമായി. എംപിമാരായ കെ സി വേണുഗോപാൽ, കൊടിക്കുന്നിൽ സുരേഷ് എന്നിവരുടെ നേതൃത്വത്തിൽ കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനം. യോഗത്തിൽ NTBR സൊസൈറ്റി ചെയർമാനും ജില്ലാ കളക്ടറുമായ ഷാജി വി നായർ അധ്യക്ഷത വഹിച്ചു. കഴിഞ്ഞ NTBR സൊസൈറ്റിയുടെ യോഗം ഈ വർഷത്തെ ജലമേള ഓഗസ്റ്റ് 22 നടത്താൻ തീരുമാനിച്ചത് തെറ്റായ നടപടിയാണെന്നും നെഹ്റു ട്രോഫി വള്ളംകളി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവുമായി വൈകാരിക ബന്ധമുള്ളതാണെന്നും അത് ഓഗസ്റ്റ് മാസത്തെ 2ാം ശനിയാഴ്ച തന്നെ നടത്തുന്നതാണ് ഉചിതമെന്നും കെ സി വേണുഗോപാൽ MP യോഗത്തിൽ പറഞ്ഞു. തീയതി നേരത്തെ പ്രഖ്യാപിച്ചത് മൂലം തയ്യാറെടുപ്പ് തുടങ്ങിയ വള്ളസമിതികൾക്കും ക്ലബ്ബുകൾക്കും പ്രായോഗികമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാതിരിക്കാനാണ് 22 തന്നെ ഇക്കുറി വള്ളംകളി നടത്താൻ തീരുമാനമെടുക്കുന്നതെന്നും കെ സി വേണുഗോപാൽ MP ചൂണ്ടിക്കാട്ടി. NTBR സൊസൈറ്റിയും സർക്കാർ ഉദ്യോഗസ്ഥരും ഒരു മനസ്സോടെ പ്രവർത്തിച്ച് ആലപ്പുഴയുടെ പൈതൃകമായ ജലോത്സവം ഇക്കുറിയും വൻ വിജയമാക്കി മാറ്റണമെന്ന് കൊടിക്കുന്നിൽ സുരേഷ് MPയും പറഞ്ഞു. കഴിഞ്ഞ വർഷത്തെ ജലമേള വലിയ വിജയമാക്കി മാറ്റിയതിൽ കെ സി വേണുഗോപാൽ MPയുടെ പങ്ക് നിർണായകമായിരുന്നുവെന്ന് ജില്ലാ കളക്ടർ ആമുഖ ഭാഷണത്തിൽ പറഞ്ഞു. യോഗത്തിൽ 2026 ജലമേളയുടെ ബജറ്റ് അവതരിപ്പിച്ച് പാസാക്കി. മുൻ MLA-മാരായ അഡ്വക്കേറ്റ് A. ഷുക്കൂർ, CK സദാശിവൻ, KK ഷാജു, ADM C. പ്രേംജി, ഡെപ്യൂട്ടി കളക്ടറും RDO ഇൻചാർജുമായ കലാ ഭാസ്കർ, ഇറിഗേഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ PS വിനോദ്, ഡെപ്യൂട്ടി പോലീസ് സൂപ്രണ്ട് ഗിൽസൺ മാത്യു, ചുണ്ടൻവള്ളം ഉടമ അസോസിയേഷൻ പ്രസിഡന്റ് RK കുറുപ്പ്, ജനറൽ ബോഡി അംഗങ്ങൾ, വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർ എന്നിവരും യോഗത്തിൽ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഓപ്പറേഷൻ തൂഫാനുമായി ബന്ധപ്പെട്ട് യാതൊരു കോംപ്രമൈസും ഉണ്ടാകില്ല എന്ന് ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തല ആലപ്പുഴയിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ലൈബ്രറിയന്മാരെ പാർട്ട് ടൈം ജീവനക്കാരായി അംഗീകരിക്കണമെന്ന് കേരള സ്റ്റേറ്റ് ലൈബ്രറിയൻസ് യൂണിയൻ ജില്ലാ സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. മുൻ MLA H. സലാം സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. മദ്യനയവുമായി ബന്ധപ്പെട്ട ആശങ്ക ദൂരീകരിക്കേണ്ട ഉത്തരവാദിത്തം സർക്കാരിനുണ്ടെന്നും സർക്കാർ അത് കൃത്യമായി ചെയ്യുമെന്നും AICC ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ MP ആലപ്പുഴയിൽ മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയുകയായിരുന്നു അദ്ദേഹം. ഭാരതത്തിന്റെ ഭരണമികവ് കേരളത്തിൽ അന്യവൽക്കരിക്കുന്നുവെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി BJP ആലപ്പുഴ നോർത്ത് ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച നവഭാരത സദസ്സിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജലോത്സവങ്ങളുടെ പൂരമായ നെഹ്റു ട്രോഫി വള്ളംകളി ഓഗസ്റ്റ് 22 നടത്താൻ തിങ്കളാഴ്ച ചേർന്ന നെഹ്റു ട്രോഫി എക്സിക്യൂട്ടീവ് യോഗത്തിൽ തീരുമാനമായി. 6 കോടി രൂപയാണ് വള്ളംകളിയുടെ ഈ വർഷത്തെ ബഡ്ജറ്റ്. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.